പരമശിവന്റെ ചൈതന്യം കുടികൊള്ളുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും പവിത്രമായ മുത്താണ് രുദ്രാക്ഷം. ശിവന്റെ കണ്ണുനീരിൽ നിന്നുത്ഭവിച്ച ഈ ദിവ്യരത്നത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ഏവർക്കും ആസ്ട്രോ ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. രുദ്രാക്ഷമണിയുടെ ഉത്ഭവം ഹിന്ദുമതത്തിലെ പുരാണങ്ങളുമായി, പ്രത്യേകിച്ച് ശിവപുരാണവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. രുദ്രൻ എന്നും അക്ഷം എന്നും അർത്ഥം വരുന്ന രണ്ട് സംസ്കൃത വാക്കുകൾ ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഇതിന് രുദ്രന്റെ കണ്ണുനീർ അല്ലെങ്കിൽ ശിവന്റെ കണ്ണുനീർ എന്നാണ് അർത്ഥം. ഒരിക്കൽ ലോകത്തിന്റെ നന്മയ്ക്കായി ഭഗവാൻ ശിവൻ ദീർഘകാലം ധ്യാനത്തിലിരുന്നു. ധ്യാനം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ആ ധ്യാനത്തിന്റെ പരമോന്നതിയിലുള്ള ദിവ്യമായ ആനന്ദവും സകല ജീവജാലങ്ങളോടുമുള്ള അളവറ്റ കാരുണ്യവും അദ്ദേഹത്തിൽ നിറഞ്ഞു. മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടപ്പോൾ ആ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാനുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. ആ അഗാധമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതിഫലനമായി അദ്ദേഹത്തിൻ്റെ ദിവ്യനേത്രങ്ങളിൽ നിന്ന് കണ്ണുനീർ ഭൂമിയിലേക്ക് വീഴുകയും ആ കണ്ണുനീർ വീണിടങ്ങളിൽ രുദ്രാക്ഷമരങ്ങൾ മുളച്ചുപൊങ്ങുകയും ചെയ്തു. അങ്ങനെ രുദ്രാക്ഷം ശിവന്റെ ദിവ്യമായ കണ്ണുനീരിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമ്മാനമായി കണക്കാക്കപ്പെടുന്നു. ചില ഐതിഹ്യങ്ങളനുസരിച്ച് സതിവിയോഗത്തിൽ നിന്നുണ്ടായ കണ്ണുനീരിൽ നിന്നോ ശിവധ്യാനത്തിൽ നിന്നുത്ഭവിച്ച ഊർജം വിയർപ്പുതുള്ളികളായി ഭൂമിയിൽ പതിച്ച് രുദ്രാക്ഷമായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു. മുഖങ്ങൾ. രുദ്രാക്ഷത്തിന്റെ പുറംഭാഗത്തുള്ള വരകളെയാണ് മുഖങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓരോ മുഖത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഏകമുഖി, ഇത് സാക്ഷാൽ ശിവസ്വരൂപമായി കണക്കാക്കപ്പെടുന്നു. ഏറ്റവും അപൂർവവുമാണിത്. ദ്വിമുഖി, ശിവപാർവതി അല്ലെങ്കിൽ അർദ്ധനാരീശ്വരാ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. പഞ്ചമുഖി, ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നതാണിത്. കാലാഗ്നി രുദ്രന്റെ പ്രതീകമായി അറിയപ്പെടുന്നു. ഷൺമുഖി, സുബ്രഹ്മണ്യസ്വാമിയെ സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പരിശോധന. രുദ്രാക്ഷം യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാൻ വെള്ളത്തിലിട്ട് നോക്കാറുണ്ട്. യഥാർത്ഥ രുദ്രാക്ഷം താഴേക്ക് താഴുകയും വ്യാജമായത് പൊങ്ങിക്കിടക്കുകയും ചെയ്യും. ശുദ്ധി. രുദ്രാക്ഷം ധരിക്കുന്നവർ മദ്യപാനം, മാംസാഹാരം എന്നിവ ഒഴിവാക്കുന്നത് ഉചിതമാണെന്ന് ശാസ്ത്രം പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ശിവപ്രീതിക്കായി ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യുക. നന്ദി.